ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് 1:20 പറയുന്നു, മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ചില സമയങ്ങളിൽ ഒരു ഭവനത്തിൽ ഭാര്യയോ ഭർത്താവോ ദേഷ്യപ്പെട്ട് ഓരോ വാക്കുകൾ പറയും. അത് എത്ര വർഷങ്ങൾ എടുത്താലും ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകില്ല. അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പല ദമ്പതികളും പറയാറുണ്ട്. പല ഭാര്യ ഭർത്താക്കന്മാരും ഇന്ന് താമസിക്കുന്നത് ഒരു വീട്ടിലാണെങ്കിലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലെ അകലങ്ങളിലാണ്. ഒരുമിച്ച് പള്ളിയിൽ പോകുമ്പോഴും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് കിടക്കുമ്പോഴും അവരുടെ മനസ്സുകൾ തമ്മിൽ കൂടിച്ചേരാത്ത അകലങ്ങളിലാണ്. എല്ലാം യാന്ത്രികമായി കടമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥതയോ സ്നേഹമോ ഇല്ല. ദമ്പതികളെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാർക്കോ അവരുടെ മക്കൾക്കോ അത് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. അത് ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദാമ്പത്യ ബന്ധം വിജയിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായി കുടുംബം രണ്ടായി പിളരുന്നു. ദേഷ്യപ്പെട്ട് ഒരിക്കലും ദാമ്പത്യ ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കരുത്. സാത്താന് നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. സാത്താൻ്റെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് കുടുംബങ്ങൾ ഇല്ലാതാക്കുക എന്നത്. അത് ഓരോ ക്രൈസ്തവരും തിരിച്ചറിയണം. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ചു നൽകുന്നതാണ്. കുടുംബം നശിക്കാതെ നോക്കേണ്ടത് ഓരോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയാണ്. യേശു എപ്പോഴും ശാന്തനും വിനീത ഹൃദയമുള്ളവനുമാണ്. യേശുവിൽ നിന്നും നമുക്കത് സ്വന്തമാക്കാം. വൈരാഗ്യ ബുദ്ധിയിലോ ദേഷ്യത്തിലോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ദേഷ്യം, കോപം, വൈരാഗ്യ ബുദ്ധി ഇതെല്ലാമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. എന്നെ കേൾക്കുന്ന മക്കൾ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുള്ളതാണെന്ന് വിലയിരുത്തണം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്ന ചിന്ത നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. സ്വന്തം ജീവിത പങ്കാളി ഒരു തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സാത്താൻ വന്ന് എരിതീയിൽ എണ്ണയൊഴിക്കും. പക്ഷേ യേശു വന്ന് പറയും, ക്ഷമിക്ക്. ആ ദൈവസ്വരത്തിന് നമ്മൾ കാതുകൊടുക്കണം. എന്തൊരു പ്രശ്നമുണ്ടായാലും അത് എങ്ങനെയാണ് ശാന്തമായി പരിഹരിക്കേണ്ടതെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് പ്രശ്നം വഷളാക്കുകയല്ല വേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനം അത്യാവശ്യമായി വേണ്ട ഒന്നാണ്. ദമ്പതികൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ചേർന്ന ഇണയെയാണ്. അവർക്കൊരു കുറവുണ്ടായാൽ അത് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ കടമയാണ്. നിന്നെക്കൊണ്ട് മാത്രമേ അവരെ സ്നേഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കോടാനകോടി ആളുകൾ ഉണ്ടായിട്ടും നിനക്ക് ചേർന്ന ഇണയെ ദൈവം തിരഞ്ഞെടുത്ത് നിന്റെ കയ്യിൽ തരുന്നത്. ഭാര്യയോ ഭർത്താവോ ആ ബന്ധം നിരസിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം തന്ന ജീവിത പങ്കാളിയെ സ്നേഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ ദമ്പതികൾക്കും കുറവുകളും പ്രശ്നങ്ങളുമുണ്ട്. എത്ര ദേഷ്യമുണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കുക. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുതെന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവേ, അങ്ങയുടെ ശാന്തത എനിക്ക് തരണം. എൻ്റെ കുടുംബത്തിൽ സ്നേഹം, സമാധാനം, വിശ്വസ്തത നിറഞ്ഞിരിക്കണം. പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാത്താൻ ഞങ്ങളുടെ വീട്ടിൽ കയറാൻ അനുവദിക്കരുതേ. യേശുവേ, നിന്റെ തിരുരക്ത കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. പരസ്പരം പഴിചാരുന്നത് നിർത്താം. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റാം. ദൈവമേ, ഒരു നിമിഷം ഞാൻ ഓരോ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്നേഹമില്ലാത്ത ദമ്പതികളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. വൈരാഗ്യ ബുദ്ധി എടുത്തുമാറ്റി സ്നേഹം കൊണ്ട് ഓരോ ദമ്പതികളെയും നിറയ്ക്കണമേ. ആമേൻ.